ഹായ് ഓൾ, വെൽക്കം യു ആൾ ടു എക്കണോമെട്രിക്ക. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ മെക്കാനിസത്തിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ നോളേജ് നമുക്ക് ലഭിക്കുന്നത് വഴി വളരെ കൃത്യമായി ഓരോ ഏരിയയിലും എങ്ങനെയാണ് എത്തരത്തിലാണ് കമ്പോണൻസ് സമ്പുട്ട് ചെയ്തത്, അതേപോലെ തന്നെ എന്ത് ഡാറ്റ ഫോർമേഷൻ ആണ് നമ്മുടെ എക്കോണമിയിൽ ഉള്ളത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു അനാലിറ്റിക്കൽ ഫ്രെയിംവർക്ക്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ധാരാളം സഹായിക്കുന്നു. വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ നമ്മൾ ബിസിനസ് നെറ്റ്വർക്കിന്റെ കേസിൽ പോയാലും എക്കണോമിക്കൽ ഫ്രെയിംവർക്കിലേക്ക് പോയാലും ഒരു അനാലിറ്റിക്കൽ മെക്കാനിസത്തിലേക്ക് പോയാലും അവിടെ എല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ യൂസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി അതിന്റെ യൂസേജിന്റെ ബേസിസിൽ അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻസിന്റെ ബേസിസിൽ നമുക്ക് പല ഫോംസ് ഉണ്ടെന്ന് പറയാം. ബേസിക്കലി ഗവൺമെന്റ് ഏജൻസീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേകള്, രജിസ്ട്രേഷൻ റെക്കോർഡുകള് മുതലായവ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇതെല്ലാം തന്നെ ഇതിന്റെ കീഴിൽ വരുന്നതാണ്. ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് കൂടാതെ നോൺ ഗവൺമെന്റൽ ബോഡീസും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. നോൺ ഗവൺമെന്റൽ ബോഡീസ് എന്ന് പറയുമ്പോൾ വേൾഡ് ബാങ്കിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ്, അതായത് നമുക്കറിയണം ഓരോ പെർട്ടിക്കുലർ എക്കോണമിയും ഏത് സിറ്റുവേഷനിലാണ് നിലകൊള്ളുന്നത്, ഏത് തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് സ്കെനാരിയോസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ഔട്ട്ലുക്ക് നമുക്കുണ്ടാവണം. ആസ് എ റിപ്പോർട്ടർ, ഇതെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. എന്തിനാണ് നമ്മൾ ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പഠിക്കുന്നത്? ഒന്ന്, നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യാവസ്ഥ എത്രയാണ്, പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ടെങ്കിൽ ഓരോ കമോഡിറ്റിയുടെയും പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഏത് ലെവല് വരെയാണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായുള്ള കമ്പ്യൂട്ടേഷണൽ ഐഡിയ ഉണ്ടായിരിക്കണം. സോഷ്യോ എക്കണോമിക് ആസ്പെക്ട്സ്, ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ മുതലായ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഐഡിയ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഐഡിയ പോസ്റ്റുലേഷൻസ് നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്തിനു സാധ്യമല്ല, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതേപോലെ തന്നെ ഒരു രാജ്യത്തെ പ്രോഗ്രസിനെ കുറിച്ച്, എത്രത്തോളമാണ് നമ്മുടെ രാജ്യം മുൻപന്തിയിൽ നിൽക്കുന്നത്, വളരെ പ്രോസ്പെറിറ്റിയിലാണോ ടാബുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാൻഡേർഡുകള്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരു അറിവില്ലെങ്കിൽ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നായിരിക്കും. അപ്പൊ നമുക്കറിയണം വാട്ട് ഈസ് ദ പെർട്ടിക്കുലർ കണ്ടീഷൻ ഇൻ അവർ എക്കോണമി, ഹൗ ക്യാൻ ബി പ്രൊസീഡ് എന്നതിനെ കുറിച്ച്. ഇതിനെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മളെ സഹായിക്കുന്നു. ഡിസിഷൻ മേക്കിങ്ങിന്റെ ഏരിയയിലേക്ക് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് സെക്ടറിന്, അതായത് പെർട്ടിക്കുലർ ആയിട്ട് നമ്മളുടെ ഓരോ കമ്പനീസ്, മാർക്കറ്റ് റിസർച്ച്, ക്വാളിറ്റി മെക്കാനിസം, ഫിനാൻഷ്യൽ അനാലിസിസ്, ഇതിനെല്ലാം വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റിന് പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, വളരെ ക്വിക്ക് ആയിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഹൗ വാസ് ദ പ്രൊസീഡിങ്, അത് വളരെ കൃത്യമായിട്ടാണോ വരുന്നത്, അതോ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ പെർട്ടിക്കുലർ ആയിട്ട് നമ്മളുടെ ഏതെങ്കിലും എക്കോണമിയിൽ,
മുതലായ കാര്യങ്ങൾ. മാത്രമല്ല നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ ഇസ് ഇമ്പോർട്ടന്റ് അല്ലെ. നമ്മൾ ഒരിക്കലും വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് കൊണ്ടുവരാനായി പാടില്ല. നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ എന്തായിരിക്കണം? റിസോഴ്സസിനെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ആ റിസോഴ്സ് എഫിഷ്യൻസി കറക്റ്റ് ഫോമിൽ ടാബുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ടും നമ്മൾ എന്ത് സഹായിക്കുന്നു? ഇത്തരത്തിലുള്ള പോളിസി ഫ്രെയിംവർക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മളെ സഹായിക്കുന്നു. സയന്റിഫിക് റിസർച്ച്, റിസർച്ചേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക, പ്രോംപ്റ്റ് ആയി കൺക്ലൂഷൻസ് ഫോർമുലേറ്റ് ചെയ്യുക മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം നമ്മുടെ എക്കോണമി എന്ന് പറയുന്നതിൽ റാപ്പിഡ് ആയിട്ട് ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കാം. അപ്പൊ ഈ ചേഞ്ചസിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. അപ്പൊ ചിലപ്പോൾ സപ്പോസ് നമുക്ക് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കുന്നില്ലെങ്കിൽ that would create serious levels of problems in our economy. So we need to process. അതിനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. നെക്സ്റ്റ് കംസ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. നമ്മളിപ്പോ റിസർച്ചിന്റെ ഫീൽഡിലേക്ക് കയറിയാലും ഏതൊരു മെക്കാനിസത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്താലും അവിടെയൊക്കെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒന്നാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ഹൈപ്പോത്തസിസ്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഡേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് ഹൈപ്പോത്തസിസുകൾ എന്ന് പറയുന്നത്. എപ്പോ വേണമെങ്കിലും മാറി മറയാ അല്ലെ. അപ്പൊ നമുക്ക് എന്താ അറിയണം? കൃത്യമായി നമുക്ക് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഡിസിഷൻസ് കറക്റ്റ് ആണോ, നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്ന ഫിഗർ കറക്റ്റ് ആണോ എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഫ്രെയിംവർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. ഇല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ലെറ്റ് ദർ ബി എനി പെർട്ടിക്കുലർ പ്രോബ്ലം ദാറ്റ് നോർമലി ടേക്സ് പ്ലേസ്. അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുള്ളൂ? അവിടെ വളരെ ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോളിസീസ് നമുക്ക് ഫ്രെയിംവർക്ക് ചെയ്യാനായി സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഡാറ്റയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണം. നമ്മൾ ചുമ്മാ ഡാറ്റ കളക്ട് ചെയ്തിട്ട് കാര്യമില്ല. ആ ഡാറ്റ എത്രത്തോളം പെർഫെക്റ്റ് ആണ്, എത്രത്തോളം ക്രിയേറ്റീവ് ആണ്, നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം റെപ്രസെന്റ് ചെയ്ത് തരാനായി സാധിക്കുന്നുണ്ടോ മുതലായ കണ്ടന്റ്സിനെ കുറിച്ചെല്ലാം നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് രണ്ടായി പറയാം. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതെല്ലാം ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫോം ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്കോണമിയിൽ എങ്ങനെയാണ്, എന്ത് തരത്തിലുള്ള പ്ലാറ്റ്ഫോം ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്ത ഫോമിലേക്ക് പോവുകയാണെങ്കിൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്നു. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നിഗമനങ്ങളിലേക്ക് എത്തുക ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ ഉള്ള പോസ്റ്റുലേഷനിലെ സാധാരണ മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷനിലേക്ക് പോകാതെ കുറച്ചുകൂടെ അതോറിറ്റേറ്റീവ് ആയിട്ട് നിഗമനങ്ങളിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനെയാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇംപ്രൂവ്മെന്റിന് സഹായിക്കാറുണ്ട്. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ മാനുഫാക്ചറിങ് സെക്ടറിന്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ 6 സിഗ്മ, കൺട്രോൾ ചാർട്ട്സ് മുതലായ ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. അത് എന്താണെന്നൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ മുതലായിട്ടുള്ള ടെക്നിക്കുകൾ ഉണ്ട്. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഏത് മേഖലയിലാണ് നമ്മൾ വീക്ക് ആയിട്ടുള്ളത്, ഏത് തരത്തിലുള്ള പ്രൊഡക്ഷൻ മെത്തഡോളജിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ എൻട്രി ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ദർ കംസ് സർവീസ് ഇൻഡസ്ട്രി. അതായത് നമുക്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ സെക്ടേഴ്സും സൈമൾട്ടേനിയസ്ലി ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. ചില സെക്ടേഴ്സിൽ പ്രോഗ്രസ് ഉണ്ടാവും, ചില സെക്ടേഴ്സിൽ റാപ്പിഡ് ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടെന്ന് നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനും സാധിക്കില്ല. പക്ഷെ നമുക്കറിയണം ഏത് സെക്ടറാണ് വളരെ വീക്ക് ആയിട്ടുള്ളതെന്ന്, എന്നിട്ട് അത് പോസ്റ്റുലേറ്റ് ചെയ്യുകയാണ് ആവശ്യം. റിസ്ക് മാനേജ്മെന്റ് ആൻഡ് അസസ്മെന്റ്. നമ്മൾ ഇപ്പം ബിസിനസ് സെക്ടറിലേക്ക് പോകുന്ന സമയത്ത് പലതരത്തിൽ റിസ്കി സിറ്റുവേഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഓരോ ഡെറിവേറ്റീവ്സ് ആണെങ്കിലും അതുമായി അസോസിയേറ്റ് ചെയ്യുന്ന റിസ്ക്
അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് ഏത് ഡെറിവേറ്റീവിലാണ് കൃത്യമായി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് മാറ്റർ ടു ബി ഡിസ്കസ്ഡ്. അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഏത് മേഖലയിലാണ് ഇൻവെസ്റ്റ്മെന്റ് അതേർ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇൻഷുറൻസ് മേഖല. ഇപ്പൊ ഇൻഷുറൻസിലേക്ക് പോവാണെങ്കിൽ നമുക്ക് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുക, റിസർവ്സ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒറിജിനേറ്റ് ചെയ്യുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. നമുക്ക് അതിനനുസരിച്ചിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ that would create serious levels of problems. So നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണം. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പലതരത്തിലുള്ള പോളിസീസും ഫോർമുലേറ്റ് ചെയ്യാനായി സാധിക്കും. പബ്ലിക് ഹെൽത്ത് ആൻഡ് മെഡിസിന്റെ കീഴിൽ എപ്പിഡിമോളജി ഉണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, മെഡിസിൻസ് അല്ലെങ്കിൽ പുതിയതായിട്ട് കണ്ടുപിടുത്തങ്ങൾ, അതിന് നമുക്ക് ഡിസീസസ് എന്തൊക്കെയാണെന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. പബ്ലിക് ഹെൽത്ത് പോളിസീസ് ഇനീഷ്യേറ്റ് ചെയ്യുക, ഇതിനെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം നമുക്ക് ട്രെൻഡ് അറിയണം. അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ അസുഖത്തിന്റെ ട്രെൻഡ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ക്ലിനിക്കൽ ട്രയൽസ്, അതായത് നമ്മൾ വളരെ കൃത്യമായിട്ട് പുതിയ പുതിയ എവിഡൻസുകളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുക. എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് പ്രോബ്ലംസ് വരുന്നത്, അതിനെ നമുക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് മാറ്റർ. നെക്സ്റ്റ് കംസ് എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി. അസസ്മെന്റിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകള്, സൈക്കോമെട്രിക് ഇവാലുവേഷൻസ്, നമുക്ക് എബിലിറ്റീസ്, പെർഫോമൻസ്, ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ട് ഫോം ഓഫ് ഡാറ്റ ഉണ്ട്, ആസ് യു ഓൾ നോ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ പറഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കലി സ്പെൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നും, നോൺ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റയെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നുമാണ് പറയുന്നത്. അപ്പൊ അസസ് ചെയ്യാൻ കൃത്യമായിട്ട് ഓരോരുത്തരുടെയും ഫീച്ചർ എങ്ങനെയാണ്, പേഴ്സണാലിറ്റി ട്രേറ്റ് എങ്ങനെയാണ്, മുതലായ കാര്യങ്ങളെ കുറിച്ച് ഫോർമുലേറ്റ് ചെയ്യുക വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ് അല്ലെ. അതിനായിട്ട് നമ്മളെ അസസ്മെന്റ് ചെയ്യാനായി നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സഹായിക്കാറുണ്ട്. അതേപോലെ റിസർച്ചിന്റെ ഫീൽഡില് നമുക്ക് പലതരത്തിൽ പ്രാക്ടിക്കൽ വശങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള പോളിസീസ് നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനൊക്കെ നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി സോഷ്യൽ സയൻസിന്റെ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്കോണമിയിൽ നടക്കുന്ന സോഷ്യൽ ഫിനോമിന, എക്കണോമിക് ട്രെൻഡുകള് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ, എക്കണോമിക് ഫിനോമിന അല്ലെങ്കിൽ എക്കണോമിക് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ട്രെൻഡിനനുസരിച്ച് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് മാറ്റർ ടു ബി അണ്ടർസ്റ്റുഡ്. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഇത് സഹായിക്കുന്നു. അതേപോലെ ഡിമോഗ്രാഫിക്കൽ ട്രെൻഡ്, ഫോർ എക്സാമ്പിൾ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ പാറ്റേൺസ്, ഇതൊക്കെ നമുക്ക് അറിയണം. ഓൾ ദോസ് തിങ്സ് എന്ത് തന്നെയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചൊക്കെയാണ്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.